നമ്മൾ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ തബലയൊക്കെ ഈ അവിടുത്തെ AC-യുടെ ഒക്കെ തണുപ്പ് കൊണ്ട് ഒരുപാട് കുറഞ്ഞു പോകാറുണ്ട്, ശ്രുതിയൊക്കെ താന്നു പോകാറുണ്ട്. അപ്പോൾ ഈ സ്പോൺസർ നല്ല ടെൻഷനാണെങ്കിൽ പുള്ളി പറയും തുടങ്ങാറായില്ലെന്ന് പറയും. അപ്പോൾ മൈക്കിളിയേട്ടൻ തബല നോക്കുകയാണ്. അപ്പോൾ ഈ സ്പോൺസർ പറഞ്ഞു എന്താ തുടങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മൈക്കിളിയേട്ടൻ പറഞ്ഞു തബല ഇറങ്ങിപ്പോയി. അയ്യോ ഇനി എപ്പോൾ കയറി വരുമെന്ന് ചോദിച്ചു. കാരണം അതൊക്കെ പെട്ടെന്ന് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ സംഗീത പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം വളരെ രസകരമായിട്ടുണ്ട് പോകുന്നുണ്ട്. കാര്യം ഈ ഒരു അടി എന്നൊക്കെ പറഞ്ഞാൽ വൈഫിൻ്റെ അടുത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച ഓരോ കാര്യങ്ങൾ പറയുന്നത്. സർപ്രൈസിൻ്റെ ഒരു കഥയുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? പക്ഷേ വൈഫിന് സർപ്രൈസ് കൊടുക്കുന്ന ഒരാൾ, നമ്മുടെ അടുത്തൊരാൾ ജേക്കബ് എന്ന് പേരിടെ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ പുതിയ അദ്ദേഹം അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു. ഇദ്ദേഹത്തിന് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഈ പ്രൊമോഷൻ കിട്ടിയ കാര്യം ഇദ്ദേഹം വൈഫിൻ്റെ അടുത്ത് പറയാം, സർപ്രൈസ് ആയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം വീട്ടിൽ വരികയാണ്. രാത്രിയിൽ വീട്ടിൽ വന്ന് പുള്ളി ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഭാര്യ വെച്ച് എന്ത് പറ്റി പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സമയമെടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടക്കാറായി. സർപ്രൈസ് പറയാം എന്ന് പറഞ്ഞ് നേരെ കിടക്കാൻ റൂമിലോട്ട് കയറി വന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നിൻ്റെ കൂടെ കിടക്കുന്നത് മാനേജരാണ്. വൈഫ് ഒരു അടിയാണ്. കാര്യം 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഈ പ്രൊമോഷൻ്റെ കാര്യം പറയാനുള്ള ടൈമിംഗ് പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സർപ്രൈസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ നോക്കിക്കണ്ട് പറഞ്ഞില്ലെങ്കിൽ നല്ല ഒന്നാം തരം തട്ടുകെട്ടും. കോലഞ്ചേരി റഹ്മാനൊക്കെ LIC ഏജൻ്റാണ്. എല്ലാ കലാകാരന്മാരുടെയും LIC എടുപ്പിക്കുന്നത് പുള്ളിക്കാരനാണ്. ഒരുമിക്ക ആൾക്കാരുടെയൊക്കെ LIC ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സെക്യൂരിറ്റീനെ വെച്ചു. ഈ സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി ജയറാമേട്ടനെ പോലും വീട്ടിൽ കയറ്റൂല. കാളിദാസനൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ തടഞ്ഞു നിർത്തിട്ട് എവിടെ പോവാമല്ലോ, ഇത് ജയറാം സാറിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റാത്ത ഒരു സെക്യൂരിറ്റി പാടുപെട്ടിട്ടാണ് ജയറാമേട്ടൻ തന്നെ വീട്ടിൽ കയറുന്നത്. അത്ര സ്ട്രിക്റ്റാണ് പുള്ളി, ഒരാളും വീട്ടിൽ കയറ്റാത്ത ഒരാളാണ്. അപ്പം ജയറാമേട്ടൻ തന്നെ ഇങ്ങനെ പാടുപെട്ടൊക്കെ കയറുന്ന ഒരു അവസരത്തിൽ ഒരിക്കൽ ടിങ് ടിങ് എന്ന് കോളിംഗ് ബെല്ല് കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ കോലഞ്ചേരി റഹ്മാൻ ചേട്ടൻ സിറ്റ് ഔട്ടിൽ നിൽക്കുക. ഈ റഹ്മാനൊക്കെ കണ്ട ഉടനെ ജയറാമേട്ടൻ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു ഒരു LICയുടെ കാര്യം സംസാരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞു അതൊക്കെ പിന്നെ സംസാരിക്കാം. എൻ്റെ സംശയം, എന്നെ വരെ അകത്ത് കയറ്റാത്ത ഭാഷ അറിയാത്തൊരു നേപ്പാളിയായിട്ടുള്ള സെക്യൂരിറ്റിയാണ് അവിടെ നിൽക്കുന്നത്. അയാളെയും കടന്ന് റഹ്മാൻ എങ്ങനെ അകത്ത് വന്നു എന്ന് ചോദിച്ചപ്പം റഹ്മാനൊക്കെ ഒരു ഫയൽ തുറന്നിട്ട് ഒരു പേപ്പർ എടുത്ത് കാണിച്ചേക്കുക. ആ നേപ്പാളി റഹ്മാനിക്കയുടെ കയ്യിൽ നിന്ന് 2 ഇൻഷുറൻസ് എടുത്തതിൻ്റെ. അല്ല, ഞാൻ ഈ കേശമാമൻ്റെ പരിപാടി ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ടോ ഞാൻ എന്താ ചോദിക്കാത്തെന്ന് ഇരുന്നിരിക്കുന്നു. സാധാരണ ഞാനിവിടെ പാട്ടും ഇതൊക്കെയാണ് അടിക്കണത്. അപ്പോൾ ഞാൻ പാട്ട് പാടാം. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ, അത് സാധ്യമാകുമോ? ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? 2 ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ, അത് സാധ്യമാകുമോ? ഞാൻ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ വിചാരടി, സാധ്യമാകുമോ? അതെങ്ങനെ സാധ്യമായെന്ന ട്രിങ് സമയത്ത് സാധ്യമാക്കിയല്ലോ പുള്ളി. ഗംഭീരമായി മാമ.